നമസ്കാരം. ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായിരുന്നു ഉത്തർപ്രദേശ്. പ്രത്യേകിച്ച് അമേഠിയും റായ്ബലേറിയുമൊക്കെ. ഗാന്ധിമാരായി റീബ്രാൻഡ് ചെയ്ത നെഹ്റു കുടുംബത്തിലെ ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും അവിടുത്തെ ജനങ്ങൾ സർവാത്മന വോട്ട് ചെയ്ത് ജയിപ്പിക്കുവാറുള്ള സുവർണകാലം കഴിഞ്ഞു എന്ന പരമാർത്ഥം വൈകിയാണെങ്കിലും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണോ കോൺഗ്രസിന്റെ അടിവേര് നരേന്ദ്രമോദി പിഴുതത്, അപ്രകാരം അമേഠിയിൽ രാഹുലിന്റെ പേര് അവിടെ കടന്നുവന്ന സ്മൃതി ഇറാനി പിഴുതെറിയുകയായിരുന്നു. ഒരു തവണ അവിടെ തോറ്റെങ്കിലും രണ്ടാം തവണ അവർ അവിടെ ജയിച്ചത് കടമ്പകൾ ഒട്ടനവധി കടന്നിട്ടാണ്. തോൽപ്പിച്ച ജനതയുടെ കൂടെ പ്രവർത്തിച്ച് തോൽവി പിന്നീട് വിജയമാക്കി മാറ്റിയ സ്മൃതി ഇറാനി പലർക്കും ഒരു പാഠപുസ്തകം തന്നെയാണ്. മണ്ഡലങ്ങൾ മാറിയിറങ്ങി മത്സരിക്കുന്നവരും ഇലക്ഷന് മാസങ്ങൾ മുമ്പ് മാത്രം പ്രസ്തുത മണ്ഡലത്തിലേക്ക് എത്തുന്നവരും എത്ര പാലും തേനും ഒഴുക്കുമെന്ന് പറഞ്ഞാലും ജനം അത് വിശ്വസിച്ച് വോട്ടാക്കി നൽകുമെന്നുള്ള ചിന്ത വെറും വിഷ്ഫുൾ തിങ്കിങ് ആണ്. നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അവർക്ക് താങ്ങായും തണലായും നിൽക്കുകയും ചെയ്യുമ്പോൾ കൂടുതലൊന്നും പറയാതെ തന്നെ ആ വ്യക്തിയുടെ നേതൃത്വ ഗുണങ്ങളും അവർ തിരിച്ചറിഞ്ഞിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജനം മനസ്സ അംഗീകാരം നൽകുകയുള്ളൂ എന്ന പരമാർത്ഥം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. സ്മൃതി ഇറാനി നടപ്പിലാക്കിയ പോലെ ജയിക്കാൻ സാധ്യതയുള്ള പലയിടങ്ങളിലും ജനസേവനാർത്ഥം വർഷങ്ങൾക്കു മുമ്പേ തുടങ്ങിയാൽ മാത്രമേ ജനങ്ങൾ അത്തരം സ്ഥാനാർത്ഥികളെ മനസ്സിലേറ്റുകയുള്ളൂ. കേരള രാഷ്ട്രീയം ഇടത് വലത് എന്ന രീതി മാറുവാൻ വലിയ സമയമൊന്നും ആവശ്യമില്ല. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ 1-2 സീറ്റുകൾ ജയിക്കുകയാണെങ്കിൽ അത് തുടക്കമിടുന്നത് പ്രകടമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ മറ്റൊരു മൂന്നാം കക്ഷിക്ക് അവസരമുണ്ട് എന്ന് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അത് ധാരാളം മതിയാവും. ഇപ്പോൾ അതിശക്തർ എന്ന് തോന്നുന്ന രാഷ്ട്രീയക്കാരുടെ ഉള്ളിൽ തന്നെയുള്ള ദുർബലത അവരെ ഏറെ കുഴയ്ക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അട്ടിപതറിയാൽ തിരിച്ചു വരാൻ ആകാത്ത വിധം അവസാനിക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ നമ്മൾ ബംഗാളിലും ത്രിപുരയിലും കണ്ടതാണ്. നേതൃഗുണമില്ലാത്തതും ഒട്ടും ലക്ഷ്യബോധമില്ലാത്തതുമായ കോൺഗ്രസ് പാർട്ടിയും പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ പാടുപെടുന്നു. ജനം മനസ്സ് തുറക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവർ ഇത്തരം പരീക്ഷണങ്ങൾ അതിജീവിക്കുമെന്നുള്ളതും സുനിശ്ചിതമായ കാര്യമാണ്. കേരളം നടന്നെടുക്കുന്നത് ത്രികോണ മത്സരത്തിന്റെ രാഷ്ട്രീയത്തിലേക്കാണോ എന്നത് വരും നാളുകൾ വ്യക്തമാക്കും. 2 മുന്നണി എന്ന കേരളത്തിന്റെ നിലപാട് നീട്ടിക്കൊണ്ടുപോകുക എന്ന കാര്യം ഇനി അവർക്ക് അത്ര എളുപ്പമാകില്ല എന്നു തന്നെയാണ് കാണുന്നത്. ജയ് ഹിന്ദ്.